ചൊവ്വേല് ജീവന്റെ തുടുപ്പുണ്ട് എന്നാ പറയുന്നേട്ടെ. ഇനിയിപ്പോ മനുഷ്യന്മാർക്ക് അവിടെ പോയി താമസിക്കാനുള്ള സ്കോപ്പ് ഉണ്ട് അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായോ? ഏ എന്നാ അല്ല, രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എങ്ങനെയെങ്കിലും 10 ഉറുപ്പിക ഉണ്ടാക്കണം. ഞാൻ അതിന്റെ ആലോചന. അതിങ്ങനെ ഇരുന്ന് ആലോചിക്കാനൊന്നുമില്ല. രാവിലെ എണീക്കാ, പണിക്ക് പോവുക. ഞാൻ എന്താ പണിക്ക് പോയിട്ടാ? ഇല്ലേറ്റല്ലേ. എന്നാ അടുക്കളയിൽ കുറച്ച് സാധനം വാങ്ങണം. ഇതെന്തിനാ സോപ്പ്? സോപ്പ് 2 ദിവസം മുന്നേ വാങ്ങിയല്ലേ? ആ ആ ചെക്കൻ കുളിക്കുമ്പോ ക്ലോസറ്റിൽ വീണോയി. ഈ തിന്നുന്ന സാധനം കൊണ്ടുവരുന്ന പോരെ ക്ലോസറ്റിൽ സോപ്പ് കൊണ്ടുവരുന്നത്. ഒരു സോപ്പിന് ഇങ്ങനെ വർത്താനം പറയണ്ട, ഒന്നിങ്ങ് വാങ്ങിക്കോ. എനിക്ക് അടുക്കള കുറെ പണിയുണ്ട്, വേഗം വാങ്ങിക്കൊടുത്താ. ആ ഹലോ, ഇന്ന് രാവിലെ തന്നെ മഴയല്ലേ, അതുകൊണ്ട് പറ്റിയതാ. ഇല്ലില്ല, നാളെ രാവിലെ ഉറപ്പായിട്ട് വരൂ. ഇല്ല ശങ്കരട്ടാ, ഞാൻ നാളെ ഉറപ്പായിട്ട് വരും. ഇങ്ങനെ പറ്റിക്കൂല. ഓക്കെ. ശരി ശരി. രാജീവേട്ടാ, ആ ഇതെന്താ ഇവിടെ? ഇന്ന് ലീവാക്കിയതാടോ. എന്റെ ഹസ്ബൻഡ് ബംഗാളിക്ക് 1200 കൂലി. എന്റെ കൂലിന്ന് 200 എടുത്ത് ഓരോ കൊടുക്കണം. അതാ അവസ്ഥ. രാജീവേട്ടാ, നിങ്ങൾ വെറുതെ ബംഗാളി എന്നൊന്നും വിളിക്കണ്ട. അതിഥി തൊഴിലാളി അങ്ങനെ വിളിച്ചാൽ മതി. ഇല്ലേ കേസാവും കേട്ടോ. അതിഥി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എനിക്ക് നാളെ പണിയുണ്ടോ? ഇനി എന്റെ അടുത്ത് പോയിരുന്നോ പണിക്ക്? അതിനെന്താ, നിങ്ങളെ കണ്ട നന്നായിരിക്കും. നാളെ പണിയായല്ലോ. എന്നാ പിന്നെ ഇനി നാളെ രാവിലെ അങ്ങാടിയിൽ എത്തിക്കാം. ഓ ശരി. അല്ല രാജീവേട്ടാ, ഞാൻ വീട്ടിലോട്ട് സാധനം വാങ്ങി പറഞ്ഞതാ. നിങ്ങൾക്ക് ഒരു 500 ഉറുപ്പിക ഉണ്ട്, എടുക്കുവേ. വീഡിയോ കിടന്ന പാമ്പിനെടുത്താലേ കോണോ കൊടുത്ത്. രാജീവേട്ടാ, ഇത് നാളെ കൂലിന്ന് എടുക്കാട്ടാ. ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. നിങ്ങൾ വരുന്നോ? ഇല്ല ഞാൻ വരുന്നില്ല. നിങ്ങൾ ആൾക്കാർ ഇരുന്നോ? ഇവിടെ ആകെ നന്ദിക്കടോ. നനഞ്ഞ പ്രശ്നമൊന്നുമില്ല. ചന്തി നനഞ്ഞാ പനിക്കുമല്ല, തല നനഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഏട്ടാ, ഇങ്ങോട്ട് കുറെ വീടുണ്ടോ? ഓ വീട് കുറെ ഉണ്ട്, പക്ഷെ റോഡ് മേലൊന്നുമില്ല. നിങ്ങളെ വണ്ടി സുഖമായിട്ട് പോകും. ഞാനീ കിടക്കേണ്ട പരിപാടിയാ, അടവിന് കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ്. അതാ ചോദിച്ചാൽ ഇങ്ങോട്ട് വീടുണ്ടോ? മോനെ, ഇങ്ങോട്ട് കുറെ വീടുണ്ട്. അല്ല ഈ മഴയത്ത് ഇതെല്ലാം ആര് വാങ്ങുവാനാ? കടം വാങ്ങിയിട്ടുള്ള ഉറക്കം കൂടി പോവാനോ? ഏതാ ചങ്ങായി? ഞാൻ പോട്ടെ. 5-6 മാസം മുന്നേ ഞാൻ വേറൊരു ടീമിൽ കടക്കാൻ വാങ്ങി. ഒരു 5 പൈസ കൊടുത്തിട്ടില്ലടോ. നിങ്ങൾ മുങ്ങി നടന്ന? അല്ലടോ, ഓൻ അന്നേരം ബൈക്ക് വന്നിക്കില്ല. നേരാ? ഏട്ടാ, എന്താട്ടാ? പിന്നെ നിങ്ങൾ കിടക്കൊക്കെ എന്താവില്ല? അങ്ങനെ 2 ഒന്നിന് 5000 റുപ്യുണ്ട്, മറ്റേന് 8000 റുപ്യാണ്. അപ്പൊ ഇതിന്റെ അടവല്ല എങ്ങനെയാ? ഇതൊരു മാസം കൊണ്ട് തീർക്കണം. ഇനിയിപ്പോ എന്തെങ്കിലും അഡ്വാൻസ് ഉണ്ടെങ്കിൽ തന്നേക്കും. അങ്ങനെയാണെങ്കിലേ ഈ 2 കിടക്കെ നിങ്ങൾ ഇവിടെ കയറ്റി കേട്ടോ. എന്റെ വീടാ അത്. അവിടെ ആളുണ്ട്, വൈഫുണ്ട്. പറഞ്ഞാ മതി. ഓക്കെ. അല്ലടോ, നിന്റെ പോരയിൽ ആകെ ഒരു കട്ടിലല്ലുള്ളൂ, ഇതിങ്ങനെ 2 കിടക്കല്ലോ. അതും ഇത്രയും വലിയ പൈസന്റെ കിടക്ക. 500 റുപ്യക്ക് 2 കിടക്ക കിട്ടിയാൽ പുളിക്കുവോ? ഒന്നെപ്പോഴെങ്കിലും കട്ടിൽ വാങ്ങും ഇടാലോ. രാജീവേട്ടാ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം വരും, അത് അന്നേരം മുതലായി കളയണം. രാജിയെ, ഇല്ലാത്തൊരു ചാക്ക പൂയും കെടുത്താ. പോയി നിറച്ച് പൂച്ചക്കാട്ടാന്ന്. ഹലോ, നിങ്ങൾ കിടക്ക ഇൻസ്റ്റാൾമെന്റ് വാങ്ങിയതാ? അതെ. ഞാൻ ഇത് പൈസക്ക് വാങ്ങിക്കാ. ഞാൻ നിങ്ങളോട് ഇന്നലെ ചോദിച്ചല്ലേ ഇത് എങ്ങനെയാ വാങ്ങിയതെന്ന്. അതിനെപ്പറ്റി വെറുതെ വർത്താനം പറയണ്ട. അയാളോട് 2 ദിവസം കഴിഞ്ഞിട്ട് വരുവാൻ പറ. ഇത് രണ്ടും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അങ്ങ് എടുക്കാൻ പറഞ്ഞാലോ അയാളോട്. ഇന്ന് വന്ന് നോക്കണ്ട, നാളെ വരുമ്പോഴോ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി കേട്ടാ. അല്ല രാജീവേട്ടാ, നീയിപ്പോ ഒരു വരുവോ? കിടങ്ങാറാവോ?
നീ എന്തിനാ പേടിക്കുന്നത്? ഈ ഒരൊറ്റ വരെ പിന്നെ ഓന് ബൈക്ക് വരുവരാ. ഞാനിത് എനിക്ക് ഞാൻ പോയി എടുത്തോ. എന്തൊരു മയ്യ ഇത്? അല്ല നീ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അതിന് ഇനിയിപ്പോ എന്നാ പറഞ്ഞേ? നിങ്ങൾ ഈ കടം വാങ്ങുന്ന പരിപാടി എന്ന് നിർത്തുന്നു അന്നേ നന്നാവും. ആടുന്ന് ഇവിടുന്ന് വാങ്ങി വാങ്ങി എന്റെ കൈമിലുള്ള കഴുത്തിലുള്ള എല്ലാം പോയി. ഇനി ഇതാ ബാക്കിയുള്ളൂ. നീ ഒന്ന് മുണ്ടായിരിക്കുന്നുണ്ടാ? ഇതാ പറയുന്നേ. എന്തെങ്കിലും ഒന്ന് ചോദിക്കോ പറയുകയോ ചെയ്താ നല്ല കീരിക്ക് മുറിഞ്ഞ പോലെ ഇങ്ങോട്ട് ചീറ്റും. അതെങ്ങനെയാ ചോർജി കയറുന്ന വർത്താനല്ലേ ഇനി പറയുന്നത്? ആ കിടക്ക വെക്കുന്നോ രാവിലെ ഇവിടെ വന്നിക്ക്. എങ്ങോ ഉള്ള ഒരുത്തം വന്ന് പ്രതിമ വെച്ച പോലെ ഇവിടെ വന്നിരുന്നാൽ നാട്ടുകാരെന്നാ വിചാരിക്കുക? ഇനിയും വരുമല്ല. ഓൻ വരികയില്ലെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ട് ആ കിടക്ക എടുത്തിട്ട് കിടന്നാ മതി. അതുവരെ നിലത്ത് കിടന്നോ. ഓളാ നല്ല രാജീവട്ടാ ഇങ്ങനെ പോയാ എന്നാ ചെയ്യാ? ഇനി വന്നതിന് ശേഷം 2-3 ദിവസം പണിക്ക് ഇപ്പം കറുത്ത് വരുന്നല്ലേ മഴ തന്നെ കറുത്ത് വരുന്നുണ്ട്. രാജീവട്ടാ വരുന്നുണ്ട് വരുന്നുണ്ട്. ആര് വരുന്നുണ്ടോ? നാളെ കിടക്കേണ്ട ആള് വരുന്നുണ്ട്. പിന്നെ എന്നെ കൊണ്ട് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേ കേട്ടാ. നമ്മളെ സാഹചര്യമുള്ളത് ഓനിപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയിക്കണ്ടു. എന്തേനു? നമ്മളെ കിടക്കേണ്ട പൈസ കിട്ടിയില്ല. അല്ല മൂപ്പറ വണ്ടിയല്ലേ ഇത്? വണ്ടിയിൽ പെട്രോൾ തീർത്ത് എണ്ണ വാങ്ങാൻ പോയതാ. ഓനൊരു വൈകുന്നേരം ഇങ്ങോട്ട് വരൂ. എന്തായാലും വണ്ടി എടുക്കാൻ വൈകുന്നേരം വരുമല്ലോ. ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾക്കൊരു കമ്പനി ആവുമല്ലോ. ഇനിങ്ങോട്ട് വരണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. അടക്ക് ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ ഇവിടെ ഉണ്ടേടാ? ഞാൻ മൂത്ര ഒഴിക്കാൻ പോയത്. ഇവിടെ ഇങ്ങോട്ട് മൂത്രം ഒഴിക്കുന്നതിന് പെട്രോൾ അടിക്കാൻ പോകുന്നതെന്നാ പറയാ? അല്ലേട്ടാ, നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നത്? ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്നാ വരുന്നത്. നിങ്ങൾ ഈ സാധനം വാങ്ങി വെച്ചിട്ട് എന്നെ അടങ്ങാതാക്കല്ലേ. നിങ്ങളെ ഭാര്യ ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. വീട്ടിലേക്ക് കയറിപ്പോയെന്നാ പറഞ്ഞു. ആണോ? അത് പറയേണ്ട ഓളല്ല, ഞാനാ പറയേണ്ടി. ഞാൻ വീട്ടിൽ നിന്നല്ല, വീട്ടിന്റെ പരിസരത്ത് കണ്ടുകൊടുക്കുന്ന കേട്ടാ. അത് ശരി. എന്റെ സാധനം വാങ്ങിച്ചിട്ട് തോന്നിയത് പറഞ്ഞ ഞാൻ നാളെ പോയിട്ട് നിൽക്കുന്ന കേട്ടോ. മര്യാദയുടെ പൈസ തരണം. ഈ പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ വേറെ സ്ഥലത്ത് ഈ സാധനം കൊണ്ടുവന്നേ. അവർക്ക് പൈസ കൊടുക്കണ്ടേ? നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ട് ഏട്ടാ ഈ കളിയെല്ലാം കളിച്ചു വിട്ടുന്നേ. അതറിയാ? ഷാജി, ഇനിയപ്പ പൈസ കൊടുക്കുക. ഈ ഡേറ്റ് ഇയാൾക്ക് കൊടുക്ക്. കണ്ടോടെ കൊടുത്തെല്ലാം ചാടിച്ചിട്ട് എന്ത് കിട്ടാണ് പൈസ? കേട്ടെ കൊണ്ടിട്ട് പൈസ ഇല്ലെന്നാവ. നിങ്ങളൊരു കാര്യം ഓന്റെ വീട് ചെന്നിട്ട് ആ സാധനങ്ങൾ അങ്ങ്. എന്തേട്ടാ നിങ്ങൾ പറയുന്നേ? ഇപ്പൊ 10-15 ദിവസം കഴിഞ്ഞു. ക്ലോസ് ആക്കാം. നാളെ രാവിലെ വന്നിട്ട് ഞാൻ സാധനം കയറ്റിക്കോളാം. അങ്ങനെയാണേ നമ്മളെ അഡ്വാൻസ് ഒന്ന് 500 തരൂലേ? അഡ്വാൻസ് എന്നെ കൊണ്ട് പറയരുത്. ഞാൻ വരുമ്പോഴത്തേക്ക് കിടക്കേണ്ട മണ്ണോ പൊടിയോ എന്തെങ്കിലും തുടച്ച് ക്ലിയർ ആക്കണം. കിടക്കേണ്ട കവർ മോശമായിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കില്ല കേട്ടാ. അതിനാ കിടക്കടിയ കവറ്. അപ്പൊ കവറില്ല. നീ എന്താക്കിയതോടെ കിടക്കേണ്ട കവറ്? അത് കിടക്കേണ്ട പൈസ കൊടുത്ത് നോളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചു കളഞ്ഞത്. അതും പറിച്ചു കളഞ്ഞില്ലേ? എന്നാൽ നാളെ രാവിലെ ഞാൻ ഒരു പെട്ടുകൂടി ഞാൻ വരും. മര്യാദയ്ക്ക് പൈസ നിൽക്കില്ലെങ്കിൽ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളൊരു ഒറ്റ ഇതിനെല്ലാം കാരണം. ഞാനോ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞു ഓ കിടക്കേണ്ടെന്ന് പോയാ പിന്നെ വരൂലെന്ന്. അതല്ലേ ഞാൻ വാങ്ങി.
ഇവിടെ ഇന്നോടിപ്പോ ഞാൻ ആ പുഴക്കലേക്ക് ചാടുവാൻ പറഞ്ഞാൽ ഇനി ചാടുവോ? മര്യാദ കുറെ കിടക്കാരെ പൈസ കൊടുത്തേക്കടോ. എന്തല്ല വാ കയറിയിരിക്കും. ഞാൻ ഇതിന്റെ സൽക്കാരത്തിന് ഒന്നൊന്നല്ല, പൈസയും കിടക്ക്. പൈസ നമുക്ക് ശരിയാക്കാം, നിങ്ങളൊന്ന് സമാധാനപ്പെടും അല്ലേ? അല്ല ഏട്ടാ, നിങ്ങളോട് ഞാൻ പറഞ്ഞിക്കണേ, ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ടെന്ന് ഓർക്ക് പൈസ കൊടുക്കട്ടെ. നിങ്ങളറിയോ, ഇവിടെ കടക്ക തന്ന അന്ന് മുതൽ എന്റെ സമാധാനം പോയി. 10-20 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് എന്റെ തൊഴിൽ മൊത്തം പോയി. ഓ, ഇവന്റെ വർത്താനം കേട്ട് ഇവിടെ ഭയങ്കര സമാധാനം. ആ കിടക്ക ഇവിടെ കയറ്റി അന്ന് മുതൽ ഇവിടുത്തെ സമാധാനം പോയി. എനക്കൊന്ന് ഉറങ്ങണം. എന്റെ പൈസ ശരിയാക്കി തന്നെ വരെ ഞാൻ വിട്ടാത്തുണ്ടാവും. അത് ശരിയാക്കി തന്നെ പിടിച്ചാൽ നാളേക്ക്. നിവൃത്തിയത് കണ്ടാ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് ചെയ്യുന്നു. എനിക്ക് വേറെ പണിക്ക് പോകാൻ ആത്തോണ്ടാ 2 അറ്റാക്ക് കഴിഞ്ഞ. എനിക്ക് 2 പെൺകുട്ടിയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം സുഖമില്ലാത്ത കുട്ടിയൊക്കെ മരുന്ന് വാങ്ങിക്കൊടുക്കുക. പാപത്തിന്റെ ഉള്ള കണ്ണീരിന്റെ ശാപങ്ങൾ ഏടെ കൊണ്ടുപോയ ശരീരത്തെ തീർക്കാം. വിൽക്കുവോ പണയം വെക്കുവോ എന്തെങ്കിലും ചെയ്തോന്റെ പൈസ കൊണ്ടുകൊടുക്കും.